വേ ടു വിൻ PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രി PSC എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ പേര് നമ്മുടെ എക്സാമിൻ്റെ സിലബസ് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സിലബസ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന എക്സാമിൻ്റെ സിലബസാണ്. കഴിഞ്ഞ DME എക്സാമിനും അതുപോലെ മുമ്പ് നടന്ന എക്സാംസിൻ്റെ ഒക്കെ സിലബസ് ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ആ സിലബസ് വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന DHS എക്സാം ഏകദേശം എന്തായാലും ഒരു 6 months ഒക്കെ കഴിയും. അപ്പോൾ അതിൻ്റെ സിലബസ് ഒഫീഷ്യൽ സിലബസ് വരാനും ആ എക്സാമിൻ്റെ ഒരു 3 മാസം മുമ്പൊക്കെ വരുള്ളൂ. അപ്പോൾ അതുവരെ അത് വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ആരും ഇരിക്കണ്ട. അപ്പോൾ നമ്മൾ പഴയ സിലബസിൽ ഇതുവരെ ചേഞ്ചുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കയ്യിലുള്ള സിലബസ് വെച്ചിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കാണുക. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന പാർട്ടാണിത്. ഇനി നമുക്ക് 65th ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അബേ വാല്യൂ റെഫേഴ്സ് ടു ഓപ്ഷൻസ്: എ സ്ഫെറിക്കൽ അബറേഷൻ, ബി ക്രോമാറ്റിക് അബറേഷൻ, സി പ്രിസ്മാറ്റിക് എഫക്റ്റ് ഓഫ് ലെൻസ്, ഡി കോമ. ആൻസർ എന്താണ്? കഴിഞ്ഞ ക്ലാസ് കണ്ടവരാണെങ്കിൽ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, ക്രോമാറ്റിക് അബറേഷൻ ആണ്. അതിനെയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഫൈനൽ അപ്ലനേറ്റിംഗ് ഏരിയ ഫോർ അപ്ലനേഷൻ ടോണോമെട്രി ഈസ് ഓപ്ഷൻസ്: എ 3.00 mm², ബി 3.06 mm², സി 3.08 mm², ഡി 3.2 mm². ആൻസർ ഈസ് ഓപ്ഷൻ ബി, 3.06 mm². ഇത് കറക്റ്റ് ടെക്സ്റ്റിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്ലനേഷൻ ടോണോമെട്രിയുടെ ടെക്നിക്ക് പറയുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്ലനേഷൻ ടോണോമെട്രി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇൻട്രാക്കുലർ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ടോണോമെട്രി. അത് മെയിനായിട്ട് 2 ടൈപ്പാണ് പറയുന്നത്. ഇൻഡൻറ്റേഷൻ അല്ലെങ്കിൽ ഇംപ്രഷൻ ടോണോമെട്രിയും ഉണ്ട്, അതുപോലെ അപ്ലനേഷൻ ടോണോമെട്രിയും ഉണ്ട്. ഇവിടെ നമ്മളോട് പറഞ്ഞത് അപ്ലനേഷൻ ടോണോമെട്രിയുടെ കാര്യമാണ്. ഇനി ഈ അപ്ലനേഷൻ ടോണോമെട്രി ബേസ് ചെയ്തിരിക്കുന്നത് ഇംബേർട്ട് ഫിക്ക് ലോ ബേസ്ഡ് ആണ്. ഇംബേർട്ട് ഫിക്ക് ലോ ആണ് ഈ അപ്ലനേഷൻ ടോണോമെട്രിയുടെ പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. ഇനി എന്താണ് ഇംബേർട്ട് ഫിക്ക് ലോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇംബേർട്ട് ഫിക്ക് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രഷർ ഇൻസൈഡ് എ സ്ഫിയർ ഈസ് ഈക്വൽ ടു ദി ഫോഴ്സ് റിക്വയർഡ് ടു ഫ്ലാറ്റൻ ഇറ്റ്സ് സർഫസ് ഡിവൈഡഡ് ബൈ ദ ഏരിയ ഓഫ് ഫ്ലാറ്റനിങ്. അതായത് നമ്മളിവിടെ പ്രഷറിനെ സൂചിപ്പിക്കുന്നത് P വെച്ചിട്ടും അതുപോലെ ഫോഴ്സിന് W വെച്ചിട്ടും ഏരിയയെ നമ്മൾ A വെച്ചിട്ടും റെപ്രസെൻ്റ് ചെയ്താൽ നമുക്ക് നമ്മളെ ഇംബേർട്ട് ഫിക്ക് ലോ എങ്ങനെ എഴുതാം? P = W/A. ഇനി മോഡിഫൈഡ് ഇംബേർട്ട് ഫിക്ക് ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ കൂടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. W+S = PA1+B. അതങ്ങനെ ഒന്ന് ജസ്റ്റ് ആ ഇക്വേഷൻ ഒന്ന് ഓർത്തിരുന്നാൽ മതി. കൂടുതലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇംബേർട്ട് ഫിക്ക് ലോ റെപ്രസെൻ്റ് ചെയ്തത് P = W/A, അതായത് പ്രഷർ = ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ള ടേംസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് 2 ടൈപ്പ് പ്രിൻസിപ്പിൾസ് ഉണ്ട് ടോണോമീറ്ററിന്, അപ്ലനേഷൻ ടോണോമീറ്ററിന്. അതായത് പ്രഷർ = ഫോഴ്സ് ബൈ ഏരിയ എന്നല്ലേ. അപ്പോൾ നമുക്ക് ഫോഴ്സ് ഫിക്സ് ചെയ്തിട്ടും അതുപോലെ ഏരിയ ഫിക്സ് ചെയ്തിട്ടും 2 ടൈപ്പിൽ പ്രിൻസിപ്പിൾസ് പറയാം. അത്തരത്തിൽ വേരിയബിൾ ഏരിയയും ഫിക്സ്ഡ് ഫോഴ്സും വരുന്ന അപ്ലനേഷൻ ടോണോമീറ്റേഴ്സിന് എക്സാമ്പിളാണ് മക്ലാക്കോ കാൽഫ ടോണോമീറ്റർ, അതുപോലെ അപ്ലാനോമീറ്റർ, ടോണോമാറ്റ്, ഹാൽബർഗ് ടോണോമീറ്റർ, ബാരാക്വയർ ടോണോമീറ്റർ, ഒക്കുലാർ ടെൻഷൻ ഇൻഡിക്കേറ്റർ, ഗ്ലോക്കോ ടെസ്റ്റ്. ഈ പറഞ്ഞവയെല്ലാം വേരിയബിൾ ഏരിയ ഓർ ഫിക്സ്ഡ് ഫോഴ്സ് അപ്ലനേഷൻ ടോണോമീറ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ട് ഇപ്പോൾ ഒരു 4 ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേരിയബിൾ ഏരിയ വരുന്നതും അതുപോലെ വേരിയബിൾ ഫോഴ്സ് വരുന്നതും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾസ് ഒക്കെ പറയുന്നത്. ഒന്നും കൂടെ നോക്കുക, എക്സാമ്പിൾസ് നോക്കുക. മാക്ലാക്കോ കാൽഫ ടോണോമീറ്റർ, അപ്ലാനോമീറ്റർ, ടോണോമാറ്റ്, ഹാൽബർഗ് ടോണോമീറ്റർ, ബാരാക്വയർ ടോണോമീറ്റർ, ഒക്കുലാർ ടെൻഷൻ ഇൻഡിക്കേറ്റർ, ഗ്ലൂക്കോ ടെസ്റ്റ്. ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കുക. ഇനി വേരിയബിൾ ഫോഴ്സും ഫിക്സ്ഡ് ഏരിയയും വരുന്ന അപ്ലനേഷൻ ടോണോമീറ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു ടോണോമീറ്ററാണ് ഗോൾഡ്മാൻ അപ്ലനേഷൻ ടോണോമീറ്റർ. മോസ്റ്റ് പോപ്പുലർ ആൻഡ് അക്യുറേറ്റ് ടോണോമീറ്റർ എന്ന് പറയുന്നത് ഗോൾഡ്മാൻ അപ്ലനേഷൻ ടോണോമീറ്ററിനെയാണ്. ഇതിൻ്റെ ടെക്നിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടെക്നിക്കിൻ്റെ ഇടയിൽ നിന്നാണ് ഒരു പോയിൻ്റ് എടുത്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ടെക്നിക്ക് എന്താണ്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? കോർണിയനെ അനസ്തറ്റൈസ് ചെയ്യുക 2% സൈലോക്കൈൻ വെച്ചിട്ട്.
എന്നിട്ട് നമ്മൾ ഫ്ലൂറസീൻ കൊണ്ട് എന്ത് ചെയ്യുക, ടിയർ ഫിലിമിനെ സ്റ്റെയിൻ ചെയ്യുകയും ചെയ്യുക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പേഷ്യൻറ്റിനെ സ്ലിറ്റ് ലാമ്പിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ഇരുത്തുക. എന്നിട്ട് നമ്മൾ കോർണിയയുടെ, അതായത് കോർണിയ ആൻഡ് ബൈപ്രസംസ് ആർ ഇലുമിനേറ്റഡ് വിത്ത് കൊബാൾട്ട് ബ്ലൂ ലൈറ്റ് ഫ്രം ദ സ്ലിറ്റ് ലാമ്പ്. അങ്ങനെ ആ ബൈപ്രസംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കോർണിയനെ അപ്ലനേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ബൈപ്രസംസ് ജസ്റ്റ് കോർണിയനെ ടച്ച് ചെയ്യാൻ, കോർണിയയുടെ അപ്പെക്സിലൊന്ന് ടച്ച് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ആ ടൈമിൽ പ്രസത്തിലൂടെ നോക്കുമ്പോൾ കണ്ണിൽ എന്ത് ചെയ്യും, 2 ഫ്ലൂറസെൻറ്റ് സെമി സർക്കിൾസ്, ചിത്രത്തിൽ കാണുന്ന പോലെ 2 ഫ്ലൂറസെൻറ്റ് സെമി സർക്കിൾസ് കാണാൻ പറ്റും. ഗ്രീൻ കളറിലായിരിക്കും കാണുക. ഈ സെമി സർക്കിൾസിൻ്റെ ഇന്നർ എഡ്ജസ് തമ്മിൽ എന്ത് ചെയ്യണം, ടച്ച് ചെയ്യണം. അതാണ് എൻഡ് പോയിൻ്റ്. അപ്പോൾ അങ്ങനെ ടച്ച് ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളതിൽ ഫോഴ്സ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഇന്നർ എഡ്ജസ് തമ്മിൽ, ഓപ്ഷൻസ് അതിൽ സി കാണുന്ന പോലെ, സി പിക്ചറിൽ കാണുന്ന പോലെ 2 എഡ്ജസ് കൂട്ടിമുട്ടുന്നത്, അപ്പോഴാണ് നമുക്ക് എൻഡ് പോയിൻ്റ് കിട്ടുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രൊസീജിയർ. ഇനി ഇതിലെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ദ പ്രിസംസ് ആർ കാലിബ്രേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇന്നർ മാർജിൻസ് ഓഫ് സെമി സർക്കിൾസ് ടച്ച് വെൻ 3.06 millimeter ഓഫ് കോർണിയ ഈസ് അപ്ലനേറ്റഡ്. അതായത് നമ്മുടെ ഗോൾഡ്മാൻ അപ്ലനേഷൻ ടോണോമീറ്റർ എന്ന് പറയുന്നത് വേരിയബിൾ ഫോഴ്സും ഫിക്സ്ഡ് ഏരിയയും വരുന്ന ടോണോമീറ്റേഴ്സിന് എക്സാമ്പിൾ ആണല്ലോ. അപ്പോൾ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് 3.06 millimeter ഓഫ് കോർണിയയാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചതും. അപ്പോൾ ഇതെന്നാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി ഇത്തരത്തിൽ വേരിയബിൾ ഫോഴ്സും ഫിക്സ്ഡ് ഏരിയയും വരുന്ന വേറെ കുറച്ച് ടോണോമീറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസും കൂടെ ഒന്ന് അറിഞ്ഞു വെക്കുക. അതിൽ വരുന്നതാണ് ഹാൻഡ് ഹെൽഡ് ഗോൾഡ്മാൻ ടൈപ്പ് ടോണോമീറ്റേഴ്സ്. ഈ ഹാൻഡ് ഹെൽഡ് തന്നെ കോണ്ടാക്ട് ടൈപ്പും ഉണ്ട്, നോൺ കോണ്ടാക്ട് ടൈപ്പും ഉണ്ട്. അതിൽ കോണ്ടാക്ട് ടൈപ്പിൽ വരുന്നതാണ് പെർക്കിൻസ് അപ്ലനേഷൻ ടോണോമീറ്റർ, അതുപോലെ ഡ്രാഗർ അപ്ലനേഷൻ ടോണോമീറ്റർ. നോൺ കോണ്ടാക്ട് ടൈപ്പിൽ വരുന്നതാണ് എയർ പഫ് ടോണോമീറ്റർ, പൾസയർ ടോണോമീറ്റർ. ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ മാക്കേ മാർഗ് ടോണോമീറ്റർ, ഓക്കെ, ഇത്തരത്തിൽ അപ്ലനേഷൻ ബേസ് ചെയ്തിട്ടുള്ള ടോണോമീറ്റർ ആണ്. പിന്നെ ടോണോ പെൻ, ന്യൂമോ ടോണോമീറ്റർ, ഇവയൊക്കെ അതർ മാക്കേ മാർഗ് ടൈപ്പ് ടോണോമീറ്റേഴ്സിന് എക്സാമ്പിളായിട്ട് വരുന്നവയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് വെക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഓഫ് സ്റ്റാറ്റിക് പെരിമീറ്റർ. ഓപ്ഷൻസ്: എ ലിസ്റ്റർ പെരിമീറ്റർ, ബി ക്യാമ്പിമെട്രി, സി ഹംഫ്രി പെരിമീറ്റർ, ഡി കൺഫ്രോണ്ടേഷൻ ടെസ്റ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ സി, ഹംഫ്രി പെരിമീറ്റർ. ഈ പെരിമെട്രി എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇറ്റ് റെഫേഴ്സ് ടു ദ എക്സാമിനേഷൻ ഓഫ് വിഷ്വൽ ഫീൽഡ്. വിഷ്വൽ ഫീൽഡിൻ്റെ എക്സാമിനേഷനെയാണ് നമ്മൾ പെരിമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റെൻഡ്, നോർമൽ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് സുപ്പീരിയർലി ഒരു 60 ഡിഗ്രി, നേസലി 60 ഡിഗ്രി, ചില സ്ഥലത്ത് 50 ഡിഗ്രി എന്നും കാണാറുണ്ട്. ഇൻഫീരിയർ 70 ഡിഗ്രി, ടെമ്പറൽ 90 ഡിഗ്രി. ഏറ്റവും കൂടുതൽ നമ്മളുടെ വിഷ്വൽ ഫീൽഡ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ടെമ്പറൽ സൈഡിലേക്കാണ്. ഇത്തരത്തിൽ ഫീൽഡ് ടെസ്റ്റിംഗ്, അതായത് പെരിമെട്രി 2 ടൈപ്പ് ഉണ്ട്. കൈനറ്റിക്കും ഉണ്ട്, സ്റ്റാറ്റിക്കും ഉണ്ട്. കൈനറ്റിക് എന്ന് വെച്ചാൽ അതിൽ ടെസ്റ്റ് ഒബ്ജക്ട്സിന് മൂവ് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് കൈനറ്റിക് എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ ബ്രൈറ്റ്നെസ്, ആ ടെസ്റ്റ് ഒബ്ജക്ട്സിൻ്റെ ബ്രൈറ്റ്നെസ്, സൈസ്, ഇതൊക്കെ ഫിക്സ്ഡ് ആയിരിക്കും. എന്നാൽ സ്റ്റാറ്റിക് പെരിമീറ്ററിലേക്ക് വരുമ്പോൾ നമ്മുടെ ബ്രൈറ്റ്നെസ്സും അതുപോലെ ആ ഒബ്ജക്റ്റിൻ്റെ സൈസും വാരി ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഈ ടെസ്റ്റ് ഒബ്ജക്ട്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്യാൻ പറ്റില്ല, സ്റ്റേഷനറി ആയിരിക്കും. ഇതാണ് സ്റ്റാറ്റിക് പെരിമെട്രിയും കൈനറ്റിക് പെരിമെട്രിയും തമ്മിലുള്ള ഡിഫറൻസ്. മെയിനായിട്ട് ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം. ഈ ഹംഫ്രി അല്ലാത്ത ബാക്കി 3 എന്തിൽ വരുന്നതാണ്? കൈനറ്റിക് പെരിമീറ്ററിൽ വരുന്നതാണ്. ലിസ്റ്റേഴ്സ് പെരിമീറ്റർ, ക്യാമ്പിമെട്രി, കൺഫ്രോണ്ടേഷൻ ടെസ്റ്റ്. ഇതിൽ ക്യാമ്പിമെട്രി എന്ന് പറയുന്നത് നമ്മൾ ജെറം സ്ക്രീൻ വെച്ചിട്ട് ചെയ്യില്ലേ, ആ ഒരു ടെസ്റ്റിനെ തന്നെയാണ് ക്യാമ്പിമെട്രി എന്ന് പറയുന്നത്. അതായത് സെൻട്രൽ ആൻഡ് പാരാസെൻട്രൽ 30 ഡിഗ്രി വിഷ്വൽ ഫീൽഡാണ് നമ്മൾ ജെറംസ് ചാർട്ട് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അതിനെ പറയുന്ന ഒരു പേരാണ് ക്യാമ്പിമെട്രി അല്ലെങ്കിൽ സ്കോട്ടോമെട്രി. ഇതുകൂടാണ്ട് ടെക്സ്റ്റിൽ ഗോൾഡ്മാൻ പെരിമീറ്ററും ടാൻജൻറ്റ് സ്ക്രീനും കൂടെ പറയുന്നുണ്ട് കൈനറ്റിക് പെരിമീറ്ററിന് എക്സാമ്പിളായിട്ട്. എന്നുകൂടെ പറയാം: ലിസ്റ്റേഴ്സ് പെരിമീറ്റർ, ഗോൾഡ്മാൻ പെരിമീറ്റർ, ടാൻജൻറ്റ് സ്ക്രീൻ, ക്യാമ്പിമെട്രി അല്ലെങ്കിൽ സ്കോട്ടോമെട്രി, കൺഫ്രോണ്ടേഷൻ ടെസ്റ്റ്. ഇവയെല്ലാം കൈനറ്റിക് പെരിമെട്രിക്ക് എക്സാമ്പിളാണ്. ഈ സ്റ്റാറ്റിക് പെരിമെട്രിക്ക് എക്സാമ്പിളാണ് നമ്മൾ ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യുന്നവ, ഓട്ടോമേറ്റഡ് പെരിമീറ്റർ, അതുപോലെ ഫ്രീഡ്മാൻ പെരിമീറ്റർ, പിന്നെ അഡാപ്റ്റഡ് ഗോൾഡ്മാൻ പെരിമീറ്റർ. ഗോൾഡ്മാൻ പെരിമീറ്റർ എന്ന് വെറുതെ ചോദിച്ചാൽ കൈനറ്റിക് പെരിമീറ്ററി ആണ്. എന്നാൽ അഡാപ്റ്റഡ് ഗോൾഡ്മാൻ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അത് സ്റ്റാറ്റിക് പെരിമീറ്ററിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഓട്ടോമാറ്ററിൽ വരുന്നതാണ് നമ്മുടെ ഓപ്ഷനിലുള്ള ഹംഫ്രി പെരിമീറ്റർ.
അപ്പോൾ സ്റ്റാറ്റിക് പെരിമെട്രിയിൽ മെയിനായിട്ട് വരുന്നവയാണ് അഡാപ്റ്റഡ് ഗോൾഡ്മാൻ പെരിമീറ്റർ, ഫ്രീഡ്മാൻ പെരിമീറ്റർ ആൻഡ് ഓട്ടോമേറ്റഡ് പെരിമീറ്റർ. ഈ ഓട്ടോമേറ്റഡ് പെരിമീറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ ഓട്ടോമേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ മെഷീൻസും ഉൾപ്പെടാം. അതിൽ വരുന്നതാണ് ഹംഫ്രി പെരിമീറ്ററൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക, ആവശ്യമുള്ളവർ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ മാക്കുലാർ ഫംഗ്ഷൻ ടെസ്റ്റ്? ഓപ്ഷൻസ്: എ ഓട്ടോറിഫ്രാക്റ്റോമീറ്റർ, ബി കെരാറ്റോമീറ്റർ, സി മഡോക്സ് റോ ടെസ്റ്റ്, ഡി പ്ലാസ്ഡോസ് ഡിസ്ക്. ആൻസർ ഈസ് ഓപ്ഷൻ സി മഡോക്സ് റോ ടെസ്റ്റ്. ഇതിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നോക്കാം. ഓട്ടോ റിഫ്രാക്റ്റോമീറ്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ റിഫ്രാക്റ്റീവ് പവർ കാണാൻ വേണ്ടിയിട്ടാണ്. റിഫ്രാക്റ്റീവ് എറർ എത്രത്തോളം ഉണ്ട്, നമുക്ക് എത്രത്തോളം കറക്ഷൻ വേണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ AR യൂസ് ചെയ്യുന്നത്. പിന്നെ കെരാറ്റോമീറ്റർ നമ്മുടെ കോർണിയൽ കർവേച്ചർ, കോർണിയൽ റേഡിയസ് ഓഫ് കർവേച്ചർ, അതുപോലെ കോർണിയൽ പവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കെരാറ്റോമീറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ പ്ലാസ്ഡോസ് ഡിസ്ക് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആൻറ്റീരിയർ സർഫസ് ഓഫ് കോർണിയയുടെ ഷേപ്പ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓപ്റ്റിക്കൽ പ്രിൻസിപ്പിൾ ഓഫ് ഫണ്ടസ് ക്യാമറ ഈസ് ബേസ്ഡ് ഓൺ? ഓപ്ഷൻസ്: എ ഗുൾസ്ട്രാൻസ് ഓഫ്താൽമോസ്കോപ്പ്, ബി ഇംബേർട്ട് ഫിക് ലോ, സി സ്നെൽസ് ലോ, ഡി ഷീനേഴ്സ് പ്രിൻസിപ്പിൾ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഗുൾസ്ട്രാൻസ് ഓഫ്താൽമോസ്കോപ്പ് ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് എടുത്താൽ ഇംബേർട്ട് ഫിക് ലോ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതാണ്, അപ്ലിനേഷൻ ടോണോമീറ്ററിൻ്റെ പ്രിൻസിപ്പിളാണ്. ഇനി സ്നെൽസ് ലോ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? നമ്മുടെ ലൈറ്റ് റേസ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ ആ ലൈറ്റ് റേസിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതുപോലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അതുപോലെ ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇതിനെയൊക്കെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ഉള്ളൊരു റിലേഷനാണ് സ്നെൽസ് ലോ എന്ന് പറയുന്നത്. അടുത്തത് ഓപ്ഷനിലുള്ളത് ഷീനർ പ്രിൻസിപ്പിളാണ്. ഷീനർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മളുടെ ഓട്ടോ റിഫ്രാക്റ്റോമീറ്ററിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്, ഷീനേഴ്സ് പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡയറക്റ്റ് ഓഫ്താൽമോസ്കോപ്പി ഗീവ്സ് ഓപ്ഷൻസ്: എ മിനിഫൈഡ് വിർച്വൽ ഇറക്റ്റ് ഇമേജ്, ബി മാഗ്നിഫൈഡ് വിർച്വൽ ഇറക്റ്റ് ഇമേജ്, സി മാഗ്നിഫൈഡ് റിയൽ ഇൻവേർട്ടഡ് ഇമേജ്, ഡി മാഗ്നിഫൈഡ് വിർച്വൽ ഇൻവേർട്ടഡ് ഇമേജ്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. മാഗ്നിഫൈഡ് റിയൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജാണ് ഇൻഡയറക്റ്റ് ഓഫ്താൽമോസ്കോപ്പി എന്ന് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ഓഫ്താൽമോസ്കോപ്പി എന്ന് കിട്ടുന്ന ഇമേജ് എങ്ങനെയായിരിക്കും? ഡയറക്റ്റ് ഓഫ്താൽമോസ്കോപ്പി എന്ന് കിട്ടുന്ന ഇമേജ് മാഗ്നിഫൈഡ് തന്നെ ആയിരിക്കും, പക്ഷേ അത് റിയൽ അല്ല, അത് വിർച്വൽ ആണ്. അതുപോലെ അത് ഇൻവേർട്ടഡ് അല്ല, അപ്രൈറ്റ് ആയിട്ടുള്ള ഇമേജാണ് കിട്ടുക, ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജാണ് കിട്ടുക. ഒരു കാര്യം എല്ലാവരും നോട്ട് ചെയ്യുക, നമുക്ക് കിട്ടുന്ന ഇമേജ് റിയൽ ആണെങ്കിൽ അതിൻ്റെ ഇമേജ് പൊസിഷൻ എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും. എന്നാൽ നമുക്ക് കിട്ടുന്ന ഇമേജ് വിർച്വൽ ആണെങ്കിൽ അതിൻ്റെ പൊസിഷൻ എപ്പോഴും ഇറക്റ്റ് ആയിരിക്കും. പിന്നെ മാഗ്നിഫിക്കേഷൻ്റെ കേസ് എടുത്താൽ രണ്ടും മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജസിനെ തന്നെയാണ് നമുക്ക് തരുന്നത്, ഡയറക്റ്റ് ഓഫ്താൽമോസ്കോപ്പിയും ഇൻഡയറക്റ്റ് ഓഫ്താൽമോസ്കോപ്പിയും. എന്നാൽ ഡയറക്റ്റ് ഓഫ്താൽമോസ്കോപ്പിയിൽ ഇൻഡയറക്റ്റ് ഓഫ്താൽമോസ്കോപ്പിയേക്കാൾ വലിയ ഇമേജിനെയാണ് നമുക്ക് കാണാൻ പറ്റുക. 15 ടൈംസ് ആണ് ഡയറക്റ്റ് ഓഫ്താൽമോസ്കോപ്പിയുടെ മാഗ്നിഫിക്കേഷൻ പവർ പറയുന്നത്. എന്നാൽ ഇൻഡയറക്റ്റ് ഓഫ്താൽമോസ്കോപ്പിയുടെ 5 ടൈംസ് ആണ് പറയുന്നത്. ഈ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. അപ്പോൾ ഇൻഡയറക്റ്റ് ഓഫ്താൽമോസ്കോപ്പി ഗീവ്സ് മാഗ്നിഫൈഡ് റിയൽ ഇൻവേർട്ടഡ് ഇമേജ് ആൻഡ് ഡയറക്റ്റ് ഓഫ്താൽമോസ്കോപ്പി ഗീവ്സ് മാഗ്നിഫൈഡ് വിർച്വൽ ഇറക്റ്റ് ഇമേജ്. നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO, blindness is defined as? Options: A visual acuity less than 3/60 or its equivalent, B visual acuity less than 6/18 or its equivalent, C visual acuity more than 3/60 or its equivalent, D visual acuity less than 6/24 or its equivalent. Answer is option A visual acuity less than 3/60 or its equivalent ആണ് WHO പ്രകാരം ബ്ലൈൻഡ്നെസ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. ടെക്സ്റ്റിൽ അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: WHO ഹാസ് ഡിഫൈൻഡ് ബ്ലൈൻഡ്നെസ് ആസ് വിഷ്വൽ അക്യൂട്ടി ഓഫ് ലെസ് ദാൻ 3/60 ഓർ ഇനബിലിറ്റി ടു കൗണ്ട് ഫിംഗേഴ്സ് ഇൻ ഡേ ലൈറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3 meters. WHO പ്രകാരം നമ്മുടെ വിഷ്വൽ അക്യൂട്ടി 6/6 to 6/18 വരെയാണെങ്കിൽ നോർമൽ വിഷനായിട്ടാണ് കണക്കാക്കുക, അതായത് വിഷ്വൽ ഇമ്പയർമെൻ്റ് ഒന്നും ഇല്ല. ഇനി 6/18ൻ്റെയും 6/16ൻ്റെയും ഇടയിലാണെങ്കിൽ മോഡറേറ്റ് വിഷൻ ഇമ്പയർമെൻ്റ് എന്ന് പറയും.
6/60 to 3/60 ആണെങ്കിൽ സിവിയർ വിഷ്വൽ ഇമ്പയർമെൻ്റ് ആണ്. ഇനി <3/60 അതുപോലെ വിഷ്വൽ ഫീൽഡ് <10 വരികയാണെങ്കിൽ നമ്മളതിനെ ബ്ലൈൻഡ്നെസ് തന്നെ പറയും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് I is the angle of incidence, R is the angle of refraction and N is the refractive index of the medium in which refracted rays lies, Snell's law of refraction states that options A sin r by sin I equal to n, B sin I by sin r equal to n, C sin I by cos r equal to n, D cos I by sin r equal to n. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. sin I by sin r equal to n എന്നുള്ളതാണ് ആൻസർ. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് സ്നെൽസ് ലോ എന്താണെന്ന്. നമ്മുടെ റിഫ്രാക്ഷൻ നടക്കുമ്പോൾ, ലൈറ്റ് റേസിൻ്റെ റിഫ്രാക്ഷൻ നടക്കുമ്പോൾ ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് റേസ് പാസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം, ഇതിനെയൊക്കെ പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു റിലേഷനാണ് സ്നെൽസ് ലോ എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് sin I by sin r equal to n. ഈ ഇക്വേഷനെ തന്നെ നമുക്ക് sin I by sin r equal to n2 by n1 എന്നും പറയാം. അതിൽ n2 എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം, n1 എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫസ്റ്റ് മീഡിയം. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം എയർ ആകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? sin I by sin r equal to n എന്ന് പറയാൻ പറ്റുന്നത്. അതായത് n1 എന്തായി പോകും? 1 ആയിട്ട് പോകും. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപ്രോക്സിമേറ്റ്ലി 1 ആയതുകൊണ്ട് നമുക്ക് sin I by sin r equal to n എന്ന് പറയാം. ആ ഇക്വേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ ഫീൽഡ് ഡിഫക്റ്റ് ടിപ്പിക്കലി ഓഫ് പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ? ഓപ്ഷൻസ് എ ഹെമിയനോപ്പിയ, ബി സീഡൽ സ്കോട്ടോമ, സി ആർക്വേറ്റ് സ്കോട്ടോമ, ഡി റോയനേസ് നാസൽ സ്റ്റെപ്പ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഹെമിയനോപ്പിയ ആണ്. പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന ഫീൽഡ് ഡിഫക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊന്ന് ഓർഡറിൽ പഠിച്ചു വെക്കണം. ഫസ്റ്റ് സംഭവിക്കുന്നത് ഐസോപ്റ്റർ കോൺട്രാക്ഷൻ ആണ്. അതെന്താണ്? ഇറ്റ് ഇസ് എ മൈൽഡ് ജനറലൈസ്ഡ് കൺസ്ട്രക്ഷൻ ഓഫ് സെൻട്രൽ ആസ് വെൽ ആസ് പെരിഫറൽ ഫീൽഡ്. ഗ്ലോക്കോമയിൽ ഉണ്ടാവുന്ന ഏറ്റവും ഇയർലിയസ്റ്റ് ആയിട്ടുള്ള വിഷ്വൽ ഫീൽഡ് ഡിഫക്റ്റ് ആയിട്ട് പറയുന്നത് ഐസോപ്റ്റർ കോൺട്രാക്ഷനെയാണ്. നെക്സ്റ്റ് വരുന്നതാണ് ബെയറിംഗ് ഓഫ് ബ്ലൈൻഡ് സ്പോട്ട്. ബെയറിംഗ് ഓഫ് ബ്ലൈൻഡ് സ്പോട്ടും നമ്മൾ ഏർലി ഗ്ലോക്കോമാറ്റസ് ചേഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് തന്നെയാണ്. നെക്സ്റ്റ് വരുന്നതാണ് സ്മോൾ വിങ് ഷേപ്പ്ഡ് പാരാസെൻട്രൽ സ്കോട്ടോമ. സ്മോൾ വിങ് ഷേപ്പ്ഡ് പാരാസെൻട്രൽ സ്കോട്ടോമ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ദി ഇയർലിയസ്റ്റ് ക്ലിനിക്കലി സിഗ്നിഫിക്കൻറ്റ് ഫീൽഡ് ഡിഫക്റ്റ്. പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ ഏറ്റവും ഫസ്റ്റ് സംഭവിക്കുന്ന ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫീൽഡ് ഡിഫക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ സ്മോൾ വിങ് ഷേപ്പ്ഡ് പാരാസെൻട്രൽ സ്കോട്ടോമയാണ് ആൻസർ. അടുത്തതായിട്ട് വരുന്നതാണ് സീഡൽ സ്കോട്ടോമ. സീഡൽ സ്കോട്ടോമ അല്ലെങ്കിൽ സിക്കിൾ ഷേപ്പ്ഡ് സ്കോട്ടോമ എന്നും പറയും. നെക്സ്റ്റ് വരുന്നതാണ് ആർക്വേറ്റ് അല്ലെങ്കിൽ ജെറം സ്കോട്ടോമ. അടുത്ത സ്റ്റെപ്പ് വരുമ്പോഴേക്കും റിംഗ് ഓർ ഡബിൾ ആർക്വേറ്റ് സ്കോട്ടോമ ആയിട്ട് മാറും. പിന്നെ വരുന്നതാണ് റോയിനേസ് സെൻട്രൽ നാസൽ സ്റ്റെപ്പ്. അടുത്തത് പെരിഫറൽ ഫീൽഡ് ഡിഫക്റ്റ് കുറച്ചുകൂടെ വൈഡ് ആവും. പിന്നെ അഡ്വാൻസ്ഡ് ഗ്ലോക്കോമാറ്റസ് ഫീൽഡ് ഡിഫക്ട്സ് ഉണ്ടാവും. അതായത് ട്യൂബുലാർ വിഷനിലേക്ക് എത്തും. അപ്പോൾ ഈ പറഞ്ഞത് ഒന്നുകൂടെ നോട്ട് ചെയ്ത് വെക്കുക എല്ലാവരും. പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫീൽഡ് ഡിഫക്ട്സ് ആണ്. ഫസ്റ്റ് വരുന്നത് ഐസോപ്റ്റർ കോൺട്രാക്ഷൻ, നെക്സ്റ്റ് ബെയറിംഗ് ഓഫ് ബ്ലൈൻഡ് സ്പോട്ട്, പിന്നെ സ്മോൾ വിങ് ഷേപ്പ്ഡ് പാരാസെൻട്രൽ സ്കോട്ടോമ. ഈ പാരാസെൻട്രൽ സ്കോട്ടോമ കുറച്ചുകൂടെ ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫീൽഡ് ഡിഫക്റ്റ് ആണ്. പിന്നെ സീഡൽ സ്കോട്ടോമ, പിന്നെ ആർക്വേറ്റ് അല്ലെങ്കിൽ ജെറം സ്കോട്ടോമ, പിന്നെ റിംഗ് ഓർ ഡബിൾ ആർക്വേറ്റ് സ്കോട്ടോമ, നെക്സ്റ്റ് റോയിനീസ് സെൻട്രൽ നാസൽ സ്റ്റെപ്പ്, പിന്നെ പെരിഫറൽ ഫീൽഡ് ഡിഫക്ട്സ് കുറച്ചുകൂടെ വൈഡ് ആവും. ആൻഡ് ലാസ്റ്റ് ആണ് ഫൈനലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്ലോക്കോമാറ്റസ് ഫീൽഡ് ഡിഫക്ട്സ് ഉണ്ടാവും, ട്യൂബുലാർ വിഷൻ പോലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ ഐ ഡൊണേഷൻ ഫോർനൈറ്റ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ്. ഓപ്ഷൻസ് എ ജൂലൈ 25 to August 8, ബി സെപ്റ്റംബർ 25 to October 9, സി ഓഗസ്റ്റ് 5 to August 19, ഡി ഓഗസ്റ്റ് 25 to September 8. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെയാണ് നമ്മൾ നാഷണൽ ഐ ഡൊണേഷൻ ഫോർനൈറ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ഓഫ് ദി ഫോളോവിങ് ആർ കോസസ് ഓഫ് ലൂക്കോകോറിയ എക്സെപ്റ്റ്. ഓപ്ഷൻസ് എ പെർസിസ്റ്റൻറ്റ് ഹൈപ്പർപ്ലാസ്റ്റിക് പ്രൈമറി വിട്രിയസ്, ബി റെറ്റിനോബ്ലാസ്റ്റോമ, സി ഫംഗൽ കെരാറ്റൈറ്റിസ്, സി കൺജനൈറ്റൽ കാറ്ററാക്ട്.
ആൻസർ ഈസ് ഓപ്ഷൻ സി ഫംഗൽ കെരാറ്റൈറ്റിസ്. ലൂക്കോകോറിയ എന്താണ്? വൈറ്റ് കളേർഡ് പ്യൂപ്പിലറി റിഫ്ലക്സ് ഉണ്ടാകുമ്പോഴാണ് ലൂക്കോകോറിയ എന്ന് പറയുക. അത് നമുക്ക് പെർസിസ്റ്റൻറ്റ് ഹൈപ്പർപ്ലാസ്റ്റിക് പ്രൈമറി വിട്രിയസിലും അതുപോലെ റെറ്റിനോബ്ലാസ്റ്റോമയിലും കൺജനൈറ്റൽ കാറ്ററാക്റ്റിലൊക്കെ അത്തരത്തിൽ വൈറ്റ് കളേർഡ് പ്യൂപ്പിലറി റിഫ്ലക്സ് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഫംഗൽ കെരാറ്റൈറ്റിസിൽ നമുക്കത് കാണാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ട്രൂ റിഗാർഡിംഗ് ഇമേജ് ഫോംഡ് ബൈ എ പ്രിസം? ഓപ്ഷൻസ്: എ ഡിസ്പ്ലേസ്ഡ് ടുവാർഡ്സ് ബേസ് ഓഫ് പ്രിസം, ബി ഈസ് ഓൾവേസ് ഇൻവേർട്ടഡ്, സി ഡിസ്പ്ലേസ്ഡ് ടുവാർഡ്സ് അപ്പെക്സ് ഓഫ് പ്രിസം, ഡി ഈസ് ഓൾവേസ് റിയൽ. ആൻസർ ഈസ് ഓപ്ഷൻ സി ഡിസ്പ്ലേസ്ഡ് ടുവാർഡ്സ് അപ്പെക്സ് ഓഫ് പ്രിസം. നമ്മൾ മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ തന്നെ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ ഇത് വിശദമായിട്ട് പറഞ്ഞതാണ്. അതായത് ഒരു പ്രിസത്തിലൂടെ ലൈറ്റ് റേസിനെ കടത്തിവിടുമ്പോൾ ആ ലൈറ്റ് റേസിന് ഉണ്ടാകുന്ന ഡീവിയേഷൻസ് എപ്പോഴും ബേസിലേക്കായിരിക്കും. എന്നാൽ ഇമാജ് ഷിഫ്റ്റ്, അതായത് ഇമാജിന് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും അപ്പെക്സിലോട്ടായിരിക്കും. കുറച്ച് കാര്യങ്ങളൂടെ ശ്രദ്ധിക്കുക. അത്തരത്തിലുണ്ടാകുന്ന ഇമാജ് എപ്പോഴും വിർച്വൽ ആയിരിക്കും, അതുപോലെ ഇറക്റ്റും ആയിരിക്കും. ഒരു പ്രിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമാജസിൻ്റെ പ്രത്യേകതകളാണ് അത് റിയൽ അല്ല, വിർച്വൽ ആണ്, അതുപോലെ ഇറക്റ്റ് ആണ്, അതുപോലെ ഡിസ്പ്ലേസ്ഡ് ടുവാർഡ്സ് അപ്പെക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എസെൻഷ്യൽ ഇൻഫാൻറ്റൈൽ ഈസോട്രോപ്പിയ മേ ബി അസോസിയേറ്റഡ് വിത്ത് ഓൾ എക്സെപ്റ്റ്. ഓപ്ഷൻസ്: എ ലാർജ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ, ബി ആബ്സെൻസ് ഓഫ് ക്രോസ് ഫിക്സേഷൻ, സി ഡിസോസിയേറ്റഡ് വെർട്ടിക്കൽ ഡീവിയേഷൻ, ഡി അസിമെട്രി ഓഫ് ഒപ്റ്റോകൈനറ്റിക് നിസ്റ്റാഗ്മസ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആബ്സെൻസ് ഓഫ് ക്രോസ് ഫിക്സേഷൻ. ബാക്കിയുള്ളതൊക്കെ എസെൻഷ്യൽ ഇൻഫാൻറ്റൈൽ ഈസോട്രോപ്പി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ലാർജ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ്, ഡിസോസിയേറ്റഡ് വെർട്ടിക്കൽ ഡീവിയേഷൻ ഉണ്ടാവും, അസിമെട്രി ഓഫ് ഒപ്റ്റോകൈനറ്റിക് നിസ്റ്റാഗ്മസ്, ഇതെല്ലാം കറക്റ്റാണ്. എന്നാൽ ആബ്സെൻസ് ഓഫ് ക്രോസ് ഫിക്സേഷൻ എന്ന് പറയുന്നത് ശരിയല്ല. ക്രോസ് ഫിക്സേഷൻ എസെൻഷ്യൽ ഇൻഫാൻറ്റൈൽ ഈസോട്രോപ്പിയുടെ ഭാഗമായിട്ട് ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിസ്മസ് ട്രീ കാറ്ററാക്ട് ഈസ് ടിപ്പിക്കലി ഡിസ്ക്രൈബ്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് കണ്ടീഷൻസ്? ഓപ്ഷൻസ്: എ ഗാലക്ടോസിമിയ, ബി ബ്ലൻഡ് ട്രോമ, സി വിൽസൺസ് ഡിസീസ്, ഡി മയോട്ടോണിക് ഡിസ്ട്രോഫി. ആൻസർ ഈസ് ഓപ്ഷൻ ഡി മയോട്ടോണിക് ഡിസ്ട്രോഫി. മയോട്ടോണിക് ഡിസ്ട്രോഫി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്ന കാറ്ററാക്റ്റിലാണ് ക്രിസ്മസ് ട്രീ ഷേപ്പ് ഉണ്ടാവുക. ക്രിസ്മസ് ട്രീ കാറ്ററാക്റ്റ് എന്ന് പറയുന്നത് മയോട്ടോണിക് ഡിസ്ട്രോഫി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കാറ്ററാക്റ്റിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻസ്: എ ഇൻസിഡൻറ്റ് റേ ആൻഡ് റിഫ്രാക്റ്റഡ് റേ ആർ ഓൾവേസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദ നോർമൽ, ബി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, സി ഇമാജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ ഈസ് വിർച്വൽ, ഡി നൺ ഓഫ് ദ എബോ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇൻസിഡൻറ്റ് റേ ആൻഡ് റിഫ്രാക്റ്റഡ് റേ ആർ ഓൾവേസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ നോർമൽ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എപ്പോഴും ഇൻസിഡൻറ്റ് റേയും റിഫ്രാക്റ്റഡ് റേയും ഓപ്പോസിറ്റ് സൈഡ്സിലായിരിക്കും, നോർമലിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിലായിരിക്കും കിടക്കുന്നുണ്ടാവുക ഇൻസിഡൻറ്റ് റേയും റിഫ്രാക്റ്റഡ് റേയും. ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കറക്റ്റാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എപ്പോഴും ആംഗിൾ ഓഫ് റിഫ്ലക്ഷന് ഈക്വൽ ആയിരിക്കും. എന്നാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എപ്പോഴും ആംഗിൾ ഓഫ് റിഫ്രാക്ഷന് ഈക്വലാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അതായത് റിഫ്ലക്ഷൻ നടക്കുമ്പോൾ ഒരിക്കലും മീഡിയം മാറുന്നില്ല. ഇപ്പോൾ ഒരു പ്രതലത്തിൽ തട്ടിയിട്ട് സെയിം ആ ഒരു മീഡിയത്തിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിരിക്കും. എന്നാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും സെയിം ആണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ അടുത്തത് ഇമാജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ ഈസ് വിർച്വൽ എന്നാണ് പറഞ്ഞത്. അത് കറക്റ്റാണ്, വിർച്വൽ ആണ്, അതുപോലെ തന്നെ ഇറക്റ്റ് ആണ്, സെയിം സൈസും ആയിരിക്കും. ഒരു പ്ലെയിൻ മിറർ ഫോം ചെയ്യുന്ന ഇമാജിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് വിർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, സെയിം സൈസും ആയിരിക്കും, ഒബ്ജക്റ്റിൻ്റെ അതേ സൈസും ആയിരിക്കും. കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സും കൂടെ കഴിയുമ്പോഴേക്കും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് കഴിയും. പിന്നെ ഈ ഒരു ഫുൾ പാർട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് നമ്മളെ സിലബസിലെ അടുത്ത ടോപ്പിക്കായിട്ടുള്ള മൈക്രോബയോളജി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.